കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഫയൽ സ്വീകരിച്ചു. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് നടപടി. കേസിലെ പ്രതിയായിരുന്ന ദിലീപ് ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി റദ്ദാക്കണമെന്നും പൾസർ സുനി ഉൾപ്പെടെയുള്ള കുറ്റവാളികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതിയുടെ ഗുരുതര വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുള്ള 300 പേജുള്ള അപ്പീലിലാണ് ഹൈക്കോടതിയുടെ നിർണായക നീക്കം. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സർക്കാർ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്, ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. ഉടനടി തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? തുടർ നടപടികൾ അപ്പീൽ ഫയൽ സ്വീകരിച്ചു കഴിഞ്ഞുള്ള ഉടൻ നടപടി കോടതി കൈക്കൊണ്ടിട്ടുണ്ട്. ദിലീപ് അടക്കമുള്ള വെറുതെ വിട്ട 4 പ്രതികൾക്കും കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന 6 പ്രതികൾക്കും കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയുള്ള 6 പേർക്ക് ജയിൽ സൂപ്രണ്ട് വഴിയാണ് കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത്. ദിലീപ് അടക്കമുള്ള മറ്റ് 4 പ്രതികൾക്കും കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഉടൻ തുടർ നടപടികൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ ഫയൽ സ്വീകരിച്ചതോടുകൂടി ഇനി തുടർ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡിസംബർ 8-നാണ് ഈ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ വിധി പ്രസ്താവം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറപ്പെടുവിക്കുന്നത്. അതിനുശേഷം 77 ദിവസത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകൾക്ക്, അതായത് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്കെതിരെയുള്ള അപ്പീൽ നൽകാൻ 60 ദിവസത്തെ കാലമാണ് ഉള്ളത്, കാലതാമസമാണ്. അതിനുള്ളിൽ അപ്പീൽ നൽകണമെന്നാണ്. 17 ദിവസം വൈകിയാണ് സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകിയിരിക്കുന്നത്. അതേസമയം ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരുടെയും ജസ്റ്റിസ് ജോബിൻ എൻ്റെയും ബെഞ്ചാണ്, ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ സ്വീകരിച്ചിട്ടുള്ളത്. അവരിത് സ്വമേധയാ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. 17 ദിവസ കാലതാമസം സ്വമേധയാ കോടതി തന്നെ തീർപ്പാക്കുന്ന സാഹചര്യത്തിലേക്കാണ്. പ്രത്യേകിച്ചും 1700 പേജുകളുള്ള വിധിന്യായമാണ്. അത് പഠിച്ച ശേഷമാണ് അതിന് അപ്പീലുമായി മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ദിലീപ് അടക്കമുള്ള 4 പേർക്കെതിരെയുള്ള അവരെ വെറുതെ വിട്ട നടപടി, അതിന് അപ്പീലിന് 90 ദിവസം സമയമുണ്ട്. അതിൽ കാലതാമസമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഈ കോടതി തന്നെ ഇത് തീർപ്പാക്കിയ സാഹചര്യത്തിൽ അപ്പീൽ ഫയൽ സ്വീകരിച്ചിരിക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടത്. പ്രധാനമായും അതിൽ ആദ്യത്തെ പടി എന്നുള്ള നിലയിലാണ് ദിലീപ് അടക്കമുള്ള 4 പേർക്കും അതുപോലെ ശിക്ഷിക്കപ്പെട്ട 6 പേർക്കും കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ ഈ വിചാരണ കോടതിയുടെ വിധിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിലെത്തിയിരിക്കുന്നത്. കാര്യഗൗരവമായ വസ്തുതകൾ കണക്കിലെടുക്കാതെയാണ് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധിയെന്നാണ് ഈ പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ, അതായത് ദിലീപ് ഉൾപ്പെടെയുള്ള വെറുതെ വിട്ട പ്രതികൾക്ക് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു പ്രധാനമായും വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം. അതായിരുന്നു അതിൽ ആണ് അപാകതയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണ് ഡിജിറ്റൽ തെളിവുകൾ അടക്കം സ്വീകരിക്കാതെ അല്ലെങ്കിൽ അത് പരിഗണിക്കാതെയാണ് വിചാരണ കോടതി ഈ നടപടിയുമായി മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി നിരത്തിയിട്ടുള്ള കാര്യങ്ങളും മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്ന് പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് 77 ദിവസത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ അപ്പീലുമായി കോടതിയെ സമീപിക്കുന്നത്. അപ്പീൽ ഫയൽ സ്വീകരിച്ചിരിക്കുന്ന നടപടിയാണ്. ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിനെതിരെ തന്നെ ആ സമയത്ത് വലിയ വിമർശനങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ അടക്കം ഉണ്ടായിരുന്നത് നമുക്കറിയാം. ആ വിധിന്യായത്തിനെതിരെയാണ്, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജിൻ്റെ വിധി കാര്യങ്ങൾ പരിഗണിക്കാതെയാണ്, പ്രത്യേകിച്ചും ഒരു സ്ത്രീയെ അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ, അവരെ ബഹുമാനിക്കാതെ അവരെ ആക്രമിച്ചാൽ അവരെ മാനഭംഗപ്പെടുത്തിയ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു വലിയ ക്രിമിനൽ കുറ്റത്തിനുള്ള ശിക്ഷ ഇത്ര കുറഞ്ഞു പോയത് നമുക്കറിയാം. 20 വർഷത്തെ തടവാണ് പൾസർ സുനി അടക്കമുള്ള 6 പേർക്ക് നൽകിയിരിക്കുന്നത്. ഇത് 5-6 പ്രതികൾ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്ന മറ്റൊരു അപ്പീൽ കൂടിയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് സമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശമാണ്. അതായത് ആ കുറ്റകൃത്യത്തിന് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ, പരമാവധി കുറഞ്ഞ ശിക്ഷയാണ് കോടതി ഈ 6 പേർക്ക് വിധിച്ചിരിക്കുന്നത്. 20 വർഷം കഠിന തടവ് എന്ന് പറയുന്നതിൽ ഏറ്റവും പരമാവധി കുറച്ച് കിട്ടാവുന്ന ശിക്ഷയാണ്. അത് ഒരു നല്ല മെസ്സേജ്
അല്ല നൽകുന്നത്. മാത്രമല്ല, ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ഈ 4 പേർക്കെതിരെ വെറുതെ വിട്ട 7-ാം പ്രതി മുതൽ 10-ാം പ്രതി വരെ 15-ാം പ്രതി ശരത്ത് വരെയുള്ള ആളുകളുടെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതിൽ ചാർലി തോമസ് ഉൾപ്പെടെ 7-ാം പ്രതി ചാർലി തോമസ്, ദിലീപ്, മേസ്തിരി സനിൽ, അതുപോലെ ശരത്ത്, ഇത്ര പേരാണ് ഈ 4 പ്രതികൾ. ഈ 4 പേരെയും വെറുതെ വിട്ട നടപടിയും ചോദ്യം ചെയ്തു തന്നെയാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ എത്തിയിരിക്കുന്നത്. അതും ഈ ഗൂഢാലോചന തെളിയിക്കാനായില്ല, മുഖ്യ സൂത്രധാരൻ ദിലീപാണ് എന്നുള്ള കാര്യം വ്യക്തമായി നിൽക്കെ അത് കോടതിക്ക് അത് കണ്ടെത്താനായില്ല. തെളിവുകളില്ലാത്തത് കൊണ്ട് അത് തള്ളിക്കളഞ്ഞു എന്നുള്ള മാനദണ്ഡം സ്വീകാര്യമല്ല. അതല്ലെങ്കിൽ അതിനെ എന്തായാലും എല്ലാ പ്രതികൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിന് മറുപടി കൊടുക്കാനുള്ള സമയപരിധി കാണുമായിരിക്കുമല്ലോ. ഇനി എന്നാണ് ഈ കേസ് സർക്കാരിന്റെ അപ്പീല് ഇനി ഹൈക്കോടതി പരിഗണിക്കുക? ടോം, അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതേയുള്ളൂ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യത്തെ 6 പ്രതികൾക്ക്, അതായത് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന 6 പ്രതികൾക്ക് ജയിൽ വാർഡൻ വഴിയാണ് ഇത് കോടതി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതുപോലെ ദിലീപ് അടക്കമുള്ള 4 പ്രതികൾക്കും കോടതി നേരിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നോട്ടീസ് കൈപ്പറ്റി അതിനുള്ള മറുപടിക്ക് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾ. കോടതി എന്തായാലും ഇവരെ കേൾക്കാതെ പോകില്ല. കുറ്റവാളികളാണ് എന്ന് പറഞ്ഞവരെയും കോടതി കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടവരെയും കേൾക്കാതെ മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഈ അപ്പീലിൽ ഉള്ള തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നടപടി. പ്രത്യേകിച്ചും ഈ കാലതാമസം ചൂണ്ടിക്കാട്ടി 77 ദിവസം എന്ന് പറയുന്നത് ശിക്ഷിക്കപ്പെട്ട ആളുകൾക്ക് ഉള്ള നടപടിക്രമങ്ങളല്ല. 60 ദിവസത്തിനുള്ളിലാണ് കുറ്റം കണ്ടെത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചാൽ അതിന് അപ്പീലിൽ പോകാനുള്ള കാലതാമസം എന്ന് പറയുന്നത് 60 ദിവസത്തെ കാലതാമസമാണ്. 77 ദിവസത്തിനുള്ളിലാണ് സംസ്ഥാന സർക്കാർ ഇതുമായി അപ്പീലുമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഈ 17 ദിവസത്തെ കാലതാമസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ അത് ഹർജി തീർപ്പാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും അപ്പീൽ ഫയൽ സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.